500 രൂപയ്ക്ക് ഫുൾ അടിച്ചേക്കാം അല്ലേ? 500 രൂപ. 500 രൂപയ്ക്ക് ഞങ്ങൾ തകർക്കുക. ഞങ്ങൾ ഇവിടെ ഒരു വഴിയൊക്കെ ഉണ്ട്. ഒരാൾ ചോദിച്ചപ്പോൾ ഇതുവഴിയാത് പറഞ്ഞ് നേരെ ഞങ്ങൾ ഇതുവഴി കയറി അങ്ങ് പോവാം. എവിടെ ചെല്ലുമെന്നൊന്നും അറിയത്തില്ല, എല്ലാം നമുക്ക് കണ്ടറിയാം. അഞ്ചുമലപ്പാറ ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കേട്ടപ്പം കാണാനൊരു ആഗ്രഹം, ഇങ്ങനെ പോന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങോട്ടൊന്നും വേറെ ആരും ഒരു മനുഷ്യനും ഇല്ലെന്ന്. ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ട്. അങ്ങനെ ഏറ്റവും താഴെ ഞങ്ങളിപ്പോൾ കയറി ഇങ്ങനെ എത്തിയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വഴി രണ്ടായിട്ട് തിരിഞ്ഞു. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഞങ്ങളിവിടെ പോസ്റ്റ്. അങ്ങനെ ഏകദേശം ഒരു ടോപ്പിൽ എത്താറായെന്ന് തോന്നുന്നു. ഓ, എല്ലാം കാട് പിടിച്ച് എല്ലാം കൊള്ളാം. നല്ലൊരു സ്പോട്ട് തന്നെ. മേളിൽ വെച്ച് എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. എല്ലാം കണ്ടു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. കുത്തനെ കിടക്കുന്ന ഒരു പാറ കേട്ടോ. നൈസ് സ്പോട്ടൊക്കെ. പക്ഷേ തിരിച്ചിറങ്ങാൻ പാട്. തിരിച്ചെങ്ങനെ ഇറങ്ങൂടെ? എൻ്റെ പൊന്നോ, ഓയ്യോ, ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലം. ഓ, അങ്ങനെ ഞങ്ങൾ അഞ്ചുമലപ്പാറയുടെ മേളിൽ പൊളി. ഈ ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയയും ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് അടുത്ത്, നമ്മുടെ ചെങ്ങന്നൂരിനടുത്ത് ഏനാദിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത്, അടൂരിൽ നിന്ന് ഏകദേശം 10-40 കിലോമീറ്ററിനടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ വരാൻ പറ്റുന്നൊരു സ്പോട്ടാണ് ഈ അഞ്ചുമലപ്പാറ എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒത്തിരി കാശുകളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല ടോപ്പിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ നിമിഷങ്ങൾ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊരു കാര്യം അവിടോട്ട് നോക്കി മൺതിട്ടയുടെ താഴെ ഒരു ടാങ്ക് ഇരിക്കുന്നുണ്ട്. അവിടാണ് വണ്ടി കിടക്കുന്നത്. ഞങ്ങൾ ഇത്രേ കറങ്ങിയാണ് ഇവിടെ വന്ന് കയറിയേക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം കാണും. ഇനി വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക കേട്ടോ, അതെനിക്ക് പറയാനുള്ളൂ. ഈ വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വരണം കേട്ടോ. ഇല്ലേ, അതാണ് അതിനകത്തൊരു ഗുമ്മ്. കുറച്ച് പാറയൊക്കെ കയറി കുറച്ച് സമയം ഇവിടെ സ്പെൻഡൊക്കെ ചെയ്ത് സ്റ്റാമിന ഉണ്ടെന്നൊക്കെ അറിയാം. അതൊക്കെയല്ലേ ഒരു രസം. എന്തായാലും ഞങ്ങൾ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നുണ്ട് അല്ലേ, എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു. എന്തായാലും വേറെ ലഹരിപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുമില്ല. പിന്നെ കുറച്ചൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതൊക്കെയാണ് നമ്മുടെ ലഹരി. ഇങ്ങനെ ഒരു കാടൊക്കെ കയറുക, ദിവസം മുഴുവൻ വൈകുന്നേരം വരെ പണിയെടുക്കുക, അതിനകത്തൊരു 500 രൂപ മാറ്റി വെച്ച് എവിടെയെങ്കിലുമൊക്കെ പോവുക, വീഡിയോ ഇടുക. ഇതൊക്കെയാണ് ഞങ്ങളൊരു ലഹരി ഹോബി. കപ്പ അറിയാം, തുണി തയ്ക്കാൻ പോലും പറ്റത്തില്ല. ഫയർഫോഴ്സിനെ വിളിക്കുന്നു, നമ്മൾ പൊക്കി എടുക്കുന്നു, വേറെ ഒന്നും ചെയ്യാനില്ല. അതിനകത്തോട്ട് കയറി കിടന്ന് ഡാൻസും കളിക്കല്ലേ. ക്യാമറ ചെവിയും ഉണ്ടോ, കിട്ടുന്നുണ്ടോ? പിന്നെ അത്രയൊക്കെ ഉള്ളു, വലിയ സംഭവമൊന്നും കാണത്തില്ല. പക്ഷേ രസമുണ്ട് കണ്ടോ. അത്ര സൂമിങ് കുറവായതുകൊണ്ട് നമുക്ക് താഴെ വരെ എടുക്കാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, അത്രയും കിട്ടിയല്ലോ, ഇത് തന്നെ ഭാഗ്യം. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്ത് എന്തായാലും ഞങ്ങൾ മടങ്ങുക. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒന്നും പറയാനില്ല, പറയാൻ വാക്കുകളില്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അഞ്ചുമലയെ പറ്റി? പറയാനേ എനിക്ക് ഞാൻ നടക്കുക. രാവിലെ ഇങ്ങനെ വീട്ടിലോട്ട് വരും, ഇവിടെ കറങ്ങാൻ പോകണമെന്ന് പറയും, ഞാനും വരും ശരിയെന്ന് പറയും, ഞങ്ങൾ ഇങ്ങനെ പോരും. ഒറ്റ മൈൻഡ്. അത് തന്നെ, വേറെ പരിപാടിയൊന്നും ഇല്ല. നമുക്കിതൊക്കെ എല്ലാത്തിനും ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ല. നമുക്കൊക്കെ എന്താ അതിലേ പോകാൻ പറ്റത്തില്ല, ഇതിലേ പോകാം. ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന വഴി തന്നെ നോക്കി ഞങ്ങൾ കണ്ടുപിടിച്ച് ഒരു വിധത്തിൽ ഞങ്ങൾ എത്തി. ഇതുവഴി ഞങ്ങൾ അങ്ങോട്ട് മേലോട്ട് കയറിപ്പോയത്. തിരിച്ച് ഞങ്ങൾ വേറെ വഴി കൂടെ ഇറങ്ങി അതുവഴി തന്നെ പോവുകയാണ്. അതിനോട് ഭയങ്കര വെയില. ഈ അഞ്ചുമലപ്പാറയുടെ കയറി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ തന്നെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു പാറയുണ്ട്. അതാണെങ്കിൽ അത്യാവശ്യം തണലൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം. നല്ല തണുപ്പുണ്ട്, ഈ പാറയ്ക്ക് നല്ല തണുപ്പുണ്ട്. അതെ, മരത്തിനിടയ്ക്ക് നിൽക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട്. അതെന്ന് വെച്ചാൽ വേറെ മരങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ അഞ്ചുമലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. നോക്കി
കാട്ടിക്കൂടി ഇങ്ങനെ നൈസായിട്ട് നടന്ന് ഇതുവഴിയൊക്കെ ഇങ്ങനെ പോകുക അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. എന്തല്ലേ ഇനിയിപ്പോൾ ഇറക്കമാണ് ഉണ്ണി, ഇനി ഇറക്കം. അപ്പം അങ്ങനെ അഞ്ചുമലയൊരു ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങും. ഇനി എന്നേലും വരാൻ പറ്റിയ വരാം.